നോക്കിയേ, കാതോഡിക് പ്രൊട്ടക്ഷനകത്ത് ഫസ്റ്റ് വൺ സാക്രിഫിഷ്യൽ ആനോഡിക് പ്രൊട്ടക്ഷൻ. ഇതിനകത്ത് നോക്കിയാൽ സാക്രിഫിഷ്യൽ ആനോഡിക് പ്രൊട്ടക്ഷൻ്റെ അകത്ത് ഇത് നമ്മുടെ ഏതാണ് അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻ. ഓക്കെ, നമ്മുടെ അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻ. ഈ പൈപ്പ് ലൈൻ്റെ അകത്ത് നമുക്ക് ആനോഡ് പാർട്ടും ഉണ്ട്, സർഫസിൽ കാതോഡ് പാർട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആനോഡ് പാർട്ടിൽ എന്തായിരിക്കും നടക്കുന്നത്? ഓക്സിഡേഷനാണ് നടക്കുന്നത്. അപ്പോൾ റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്ത് ഈ ഭാഗത്തോട്ട് പോകുമ്പോൾ ഇത് കാതോഡായിട്ട് ആക്ട് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ഈ ഓക്സിഡേഷൻ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? കൊറോഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് കൊറോഡ് ചെയ്തു പോകും. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ബാക്കി മാറ്റിയായിട്ട് അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് ഇതിനെക്കാട്ടിലും കൂടുതൽ റിയാക്റ്റീവായിട്ടുള്ള വേറൊരു മെറ്റലിനെ നമ്മളിവിടെ മാറ്റി കൊടുക്കുക. വേറൊരു മെറ്റലിനെ കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് ആനോഡായിട്ട് ആക്ട് ചെയ്യും അല്ലേ? ഇത് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ആനോഡായിട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? എം ഗീവ്സ് Mn++ n ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങോട്ടാണ് നടക്കുന്നത്. അപ്പോൾ അല്ലേ, ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങോട്ട് നടക്കുമ്പോഴത്തേനും ഇത് ആനോഡും ഇതെന്തായിട്ടും ആക്ട് ചെയ്യും? കാതോഡുമായിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, കാതോഡ്. അപ്പോൾ ഈ കാതോഡ് എന്ന് പറയുന്നത് ഇത് കാതോഡായി കഴിഞ്ഞാൽ ഇത് പ്രൊട്ടക്റ്റഡ് ആയില്ലേ? ഇത് ആനോഡ് എന്ന് പറയുന്നത് സാക്രിഫൈ ചെയ്തോളും. ഇതാണ് സാക്രിഫിഷ്യൽ ആനോഡ്. മനസ്സിലായോ? ഇത് നമ്മുടെ സാക്രിഫിഷ്യൽ ആനോഡിക് പ്രൊട്ടക്ഷൻ. ഇനി അടുത്തത് ഇംപ്രസ്ഡ് കറണ്ട് കാതോഡിക് പ്രൊട്ടക്ഷൻ ഇപ്പോൾ അടുത്ത ഇതിനകത്ത് ഇട്ട് തരാം കേട്ടോ.